അതായത് ഗൈസ്, സമയം വളരെയധികം ശരിയില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ വിശേഷങ്ങളും എൻ്റെ കൂട്ടുകാരി എനിക്ക് പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എടാ നിൻ്റെ കൈക്ക് എന്താ പറ്റിയ? ഞാൻ ചോദിച്ചു, എൻ്റെ കൈക്ക് എന്താ പറ്റി? നിൻ്റെ ഈ പാലക്കൽ അമ്മായി നിൻ്റെ കൈ പൊട്ടിയതായിട്ട് പറഞ്ഞു. ഞാൻ ഭയങ്കര ആക്ടിങ് ആണെന്ന് പറഞ്ഞു. ഏത് കൈയായിരുന്നു? അമ്മൻ്റെ കൈ കൈയിനാ പറ്റിയേ? പറയടാ, ഉറക്കെ പറയടാ. വലുത്താണോ എടുത്താണോ എന്ന് ചോദിക്കാൽ അമ്മൻ്റെ കൈ കൈനാ പരിക്ക് പറ്റിയേ? വലുത്തായിക്കില്ലേ? പെണ്ണുങ്ങളും പറഞ്ഞ വലുത്താ. അതായത് നിർത്താൻ പറ്റുന്നില്ല, പൊട്ടിയ കയ്യോ, നിർത്താൻ പറ്റുന്നില്ല. അയ്യോ, പൊട്ടിയിട്ടുണ്ടേ. കൈ ഇവിടെ ബാലൻസ് കൊടുത്തതാണ്, പൊട്ടിയതുകൊണ്ട്. പിന്നെ അമ്മേ പൊട്ടിയ കയ്യാ. ഈ പൊട്ടിയ കൈ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കെട്ടിവെച്ചിട്ടാണ് പൊട്ടിയുള്ള കൈ നിൽക്കാറ്. പക്ഷെ എൻ്റെ കൈ ഇത് കണ്ടിട്ടാണോ? ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെ ഉണ്ട്. കാരണം ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വെയിൻ കിട്ടൂല. ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്താൽ അത് പറയും, നടന്ന് വീഡിയോ ചെയ്താൽ അത് പറയും. ഇനി 2 സ്റ്റെപ്പിങ്. അയ്യോ, പൊട്ടിയ കയ്യാ. എടീ, പാലക്കൽ വേശിയുടെ മകളെ, അതായത് പാലക്കൽ അഭിസാരികയുടെ മകളെ, അതായത് ബൈജു എന്നുള്ള ഓട്ടോക്കാരൻ്റെ അഭിസാരികയായ ഭാര്യ അറിയാൻ വേണ്ടിയിട്ട് ജസ്ന സലീം ബോധിപ്പിക്കുന്ന മറുപടി. ഇതിന് നിനക്ക് മറുപടി തരണം, പക്ഷേ ഞാൻ നല്ല ആക്ടിങ് ആണെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഓൾമോസ്റ്റ് അവളുടെ കൈക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമായിരിക്കും എന്നുള്ളത്. എൻ്റെ കൈ ഞാൻ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ തലേന്ന് പുലർച്ച ഇവർ കസേര ഇങ്ങനെ എടുക്കുക വെക്കുക ഈ കളി കളിച്ച സമയത്ത് ഞാൻ സിനുവിനോട് പറഞ്ഞു, സിനു ചിറ്റേ ഒന്ന് കൂടട്ടടാന്ന്. ജസിത്ത അങ്ങനെ കൈ കടിച്ചിലെടുത്തിട്ട് പൂനൂരമ്മ ഇന്നലെ ചൂട് പിടിച്ച് തന്നതാണ്, അടങ്ങിയാടോ നിന്നോളൂ, പറ്റൂല. പിന്നെ വേറെ കണ്ടില്ലേ മണിക്കൈകൾ ദിം ദിം, ഇതൊക്കെ കണ്ടില്ലായിനോ? അപ്പം ഇത്ര വേല ചെയ്തപ്പോൾ എനിക്കിത് കേട്ടപ്പം അരിഞ്ഞ് കയറി. എന്താ വെച്ചാൽ എടീ, യൂട്യൂബിൽ നിന്ന് നിനക്ക് സാലറി കിട്ടുന്നില്ല ചേ, നിന്നെ തെറിത്തള്ള പറയും പോലെ തെറിത്തള്ളൻ്റെ മോൻ്റെ ലീക്കായി കിട്ടോ? കണ്ടീനോ? എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ അയച്ചുതരാം. അപ്പം നിനക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ലെങ്കിൽ ബൈജുവിന് കൊടുത്തതുപോലും തന്നെ ബൈജുവിനോട് സഹകരിക്കുന്നത് പോണം. ബൈജു തന്നെ അല്ലേ അടി കെട്ടിയോൻ്റെ പേര്. അവനോട് സഹകരിക്കുന്നത് പോലെ തന്നെ അടുത്ത വീട്ടിലെ രാഘവനോടും ദിഗവാകരനോടും കണാരനോടും സഹകരിച്ചാൽ നിനക്കാവശ്യമുള്ള പണം കിട്ടും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവളോടൊക്കെ പോയിട്ട് ഷിറ്റിട്ട് കൈ കഴുകുന്നതിൻ്റെ മുമ്പ് വാരിയിട്ട് അവളുടെ അണ്ണാക്ക് തന്നെ എറിയാൻ പറയുമായിരുന്നു. പക്ഷെ വേണ്ട, അടങ്ങുന്നാവേ. ഏതായാലും എൻ്റെ പൊട്ടിയ കൈ കുത്തുന്നില്ല. എൻ്റെ അമ്മേ, അല്ല നമ്മുടെ നാട്ടിലൊക്കെ പൊട്ടിയ കൈക്ക് പ്ലാസ്റ്റർ ഇടുമോ? ഉണ്ടോ? ഇടൂലേ? മറന്നു ഇതാണ്. അല്ല ഇത് തന്നെ. അയ്യോ, മോളെ, അഭിനയിക്കാൻ ഞാൻ പണ്ടേ മിടിക്കുക. അഭിനയത്തിൻ്റെ പേരിൽ കുറേ ഓഫറുകളും വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും മോളെ ഞാനൊന്നും ഇവിടെ ഇരിക്കാൻ വേണ്ട. ഇനി ഇരുന്നിട്ട് എൻ്റെ മൂലക്കുരു ഉണ്ടെന്ന് പറയരുത്. അല്ല, ഇരിക്കാതിരുന്നാൽ പറയും. ജസ്ന ഇരിക്കാത്തത് എന്താണെന്നറിയോ? അവൾക്ക് മൂലക്കുരുവാണ് എന്ന് പറയണം കേട്ടോ. പാലക്കലെ അഭിസാരികയുടെ മകളെ.
അപ്പോൾ പാലകിൽ ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ അഭിസാരികളായിട്ട്. അതിലൊന്ന് നിൻ്റെ തള്ളയാണല്ലോ, പിന്നെ മാളത്തുനിന്ന് ഇറങ്ങി വരുന്ന ഒന്ന് നിൻ്റെ തന്തയും. ഇതിനൊക്കൊന്നും ഇങ്ങനെ മറുപടി തരണം എന്നൊന്നും എന്നോട് ഞാൻ പറഞ്ഞില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ അവളെ ഒഴിവാക്കിയതാണ്. പാർട്ടിയിൽ സംഘപരിവാറിൻ്റെ പാർട്ടിയിൽ ഒഫീഷ്യലായിട്ട് ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്, ഞങ്ങൾ അവളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിട്ട് അവളെ ആരെയും മൈൻഡ് വെക്കാറുമില്ല. നീ അവൾക്ക് മറുപടി കൊടുത്താൽ നീ സ്വയം പല്ലിൽ കുത്തി മണപ്പിക്കുന്നതിൻ്റെ അവസ്ഥ മാത്രമാണ്. അപ്പം സിനി ഇപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ കൈക്ക് ഓൾറെഡി വേദനയുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഇന്നും കൂടി മക്കൾ പറഞ്ഞു ബാൻഡേജ് എടുത്തിടുമ്മ, ബാൻഡേജ് എടുത്തിടുമ്മ. കാരണം നിങ്ങൾക്ക് ഇതാ കാണാം, ഇവിടെ വീങ്ങിക്കിടക്കുക. ഇവിടെ വീങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ലൈനിലും വീങ്ങിക്കിടക്കുക. അത് പണ്ടങ്ങാണ്ടും ഒരു പരിക്ക് പറ്റിയത്, പണ്ടങ്ങാണ്ടും പരിക്ക് പറ്റിയതെന്നും പറയണ്ട. കൊയിലാണ്ടി ഗീത ടെക്സ്റ്റൈൽസിലെ പഴയ ഗീത ടെക്സ്റ്റൈൽസിലേക്ക് നടക്കാൻ കുറച്ച് സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഒന്നിങ്ങനെ വളഞ്ഞിക്കുത്തി കൈക്കുത്തി ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഒരു വീക്കം വന്നു. അപ്പോൾ വീക്കം വന്നപ്പോൾ നമ്മൾ അവിടെ ഗവൺമെൻറ് ആശുപത്രി കാണിച്ച പ്രശാന്ത് ഡോക്ടർ ഒരുപാട് എനിക്ക് അനുഭവങ്ങൾ, എന്താ പറയുക, ലൈഫിലെ അനുഭവങ്ങൾ ഒരുപാട് പ്രാവശ്യം തന്നിട്ട് നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് പോയതുകൊണ്ട് എനിക്ക് പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ കാണിയും പറഞ്ഞു, ഇവിടെ വല്ലാത്തൊരിത് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞു. കൈ പൊട്ടിയിട്ടില്ല, ചതങ്ങിയിട്ടില്ല, പക്ഷെ പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞു. അന്നപ്പം ഞാനിങ്ങനെ കക്കനോട് പറഞ്ഞ് പൊട്ടും ചതവൊന്നും ഇല്ലാണ്ട് പ്ലാസ്റ്റർ ഇടാനോ എന്ന് ചോദിച്ചു. കഴിഞ്ഞാണ്ട് മിണ്ടാണ്ട് പോയി. അയാൾ എന്തോ പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നൊരു സാഹചര്യമായിപ്പോയി എനിക്ക്. അത് 13 വർഷത്തിൻ്റെ പുറത്തായി ഞാൻ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് പോലും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞരമ്പിനെ ബാധിച്ചു പോയി. അത് അന്ന് പ്ലാസ്റ്റർ ഇട്ട് അത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി അത് സർജറി വേണം എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പൊട്ടിയ കൈ പൊക്കാം, താത്താം, കിടത്താം എന്ന് അറിയാത്തതായതുകൊണ്ട് വേണ്ട സ്റ്റെപ്പിടാൻ. അല്ലോ കൈവേദന വെക്കുമോനെ കൈവേദന വെക്കടാ.